രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണങ്ങൾക്കൊടുവിൽ ഇപ്പൊ ഇതാ സോണിയാഗാന്ധിക്ക് പൗരത്വം ലഭിക്കുന്നതിന് മുമ്പ് വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നൊക്കെ ഒരു വലിയ വാദവുമായിട്ട് ബി വന്നു. ഇത് ആദ്യമായിട്ടല്ല സംഘപരിവാറും ബി സോണിയാഗാന്ധിയെ ആക്രമിക്കുന്നത്. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി കഴിഞ്ഞയാഴ്ച ദേശീയതലത്തിൽ ഉയർത്തിവിട്ട വലിയൊരു കൊടുങ്കാറ്റ് പോലൊരു പ്രക്ഷോഭം, ഒരു വിവാദമുണ്ടല്ലോ, ഒരു ആരോപണമുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കും എതിരായിട്ടുള്ള ഒരു വലിയൊരു ആരോപണമാണത്. രാജ്യത്തെ വോട്ടർ പട്ടികയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം അത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തെ, ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെയും ഒരേപോലെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു ആരോപണമായിരുന്നു. ആ ആരോപണങ്ങളുടെ ഒരു തുടർച്ചയായിട്ട് നിരവധി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഉയർന്നു വന്നു. അതിന് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയത്തിന് രാജ്യവ്യാപകമായ വലിയ തോതിൽ സാധാരണ ജനങ്ങളുടെ ഒരു പിന്തുണ ലഭിച്ചു. അദ്ദേഹം ആരംഭിച്ച ഒരു വോട്ട് ചോരി .in എന്ന് പറയുന്ന വെബ്സൈറ്റിന് ആദ്യം അത് ആരംഭിച്ച് 24 മണിക്കൂറിനകം ഏതാണ്ട് 25 ലക്ഷത്തോളം കാൽ കോടിയോളം ആളുകളുടെ ഒരു പിന്തുണ ലഭിച്ചു. ഒപ്പം തന്നെ ഒരു മിസ്ഡ് കോൾ സംവിധാനം ഉണ്ടാക്കി. അതിൽ കൂടിയും നിരവധി ആളുകളുടെ പിന്തുണ ഈ ഒരു പ്രക്ഷോഭത്തിന് ലഭിച്ചുകൊണ്ടിരുന്നു. അത് കണ്ട് എന്താ പറയുക, വിരളി പൂണ്ടാണ് BJP ഒരു എന്ത് പറയണമെന്നറിയാതെ ഒരു നടുങ്ങുകയായിരുന്നു. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് അവർക്ക് ലഭിച്ച ഏക MP-യുടെ വിജയം പോലും വലിയ രീതിയിൽ സംശയിക്കുന്ന തരത്തിലുള്ള തെളിവുകളൊക്കെ തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചതേ ഉള്ളൂ. തെളിവുകളൊക്കെ പുറത്തു കൊണ്ടുവന്ന മാധ്യമങ്ങളാണ്, അല്ലാതെ മറ്റു വ്യാജമായിട്ടുള്ള ആരോപണം അല്ലെങ്കിൽ തെളിവുകളൊന്നും കൊണ്ടുവന്നല്ല. മാധ്യമങ്ങൾ ഈ പറയുന്ന ഓരോ എടുത്തും പോയിട്ട് അവർ ഇതിനെ എന്താ പറയുക സാധൂകരിക്കുന്ന തെളിവുകളൊക്കെ ഓരോ ദിവസവും കൊണ്ടുവന്ന് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് BJPയുടെ ദേശീയ നേതാക്കൾ ഇത്തരത്തിൽ സോണിയാഗാന്ധിക്കെതിരായ ആരോപണം ഉന്നയിക്കുന്നത്. നമുക്കറിയാം, ഏതെങ്കിലും ഒരു വിഷയത്തിൽ BJP പ്രതിരോധത്തിലായാൽ അവർ ആദ്യം ആരോപണം ഉന്നയിക്കുക അല്ലെങ്കിൽ ആദ്യം അവർ അറ്റാക്ക് ചെയ്യുന്ന കുടുംബം എന്ന് പറയുന്നത് നെഹ്റു കുടുംബമാണ്. നെഹ്റു മുതലുള്ളവരെ ഇങ്ങോട്ട് അവർ തെറി പറയാൻ തുടങ്ങും. അത് നമ്മൾ പലതവണ കണ്ടിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ഇവർ ഇന്നലെ എന്താണ് അവരുടെ BJPയുടെ IT സെല്ലിന്റെ അധ്യക്ഷൻ അമിത് മാളവ്യ, അദ്ദേഹം X എന്ന് പറയുന്ന നവമാധ്യമത്തിലൂടെയാണ് ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അതൊരു ഫോട്ടോ കോപ്പി എടുത്ത് പുറത്തുവിട്ട് അതിന്റെ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് സോണിയാഗാന്ധിക്ക് 80-ൽ അവർ അവിടെ താമസിക്കുമ്പോൾ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നു എന്നതാണ്. അതിനുശേഷം 84-ലാണ് സോണിയാഗാന്ധിക്ക് പൗരത്വം ലഭിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് മുൻപ് തന്നെ സോണിയാഗാന്ധിക്ക് ഇന്ത്യയിലെ വോട്ടർ പട്ടികയിൽ എങ്ങനെ വന്നു, അത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ക്രമക്കേടല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അതിനകത്തെ യാഥാർത്ഥ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് അതിനകത്ത് വിഷയം എന്ന് പറയുന്നത്. 80-കൾ എന്ന് പറയുന്നത് എന്താണ്, അതിനു മുമ്പ് തന്നെ ഈ അടിയന്തരാവസ്ഥയുടെ ആ സമയത്തൊക്കെ തന്നെ 72 കാലം തൊട്ട് തന്നെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഭരണാധികാരിയെയും അവരുടെ കുടുംബത്തെയും ലക്ഷ്യമിട്ടുകൊണ്ട് BJP, ജനതാ പാർട്ടി എന്നൊക്കെ പറയുന്ന പാർട്ടികളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയമായും അല്ലാതെയുമുള്ള ആക്രമണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിനുശേഷമാണ് ഈ 80-ൽ ഇത്തരത്തിലൊരു വിഷയം വരുന്നത്, സോണിയാഗാന്ധിയുടെ പേര് ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിഷയം ഇന്ദിരാഗാന്ധിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. കരട് വോട്ടർ പട്ടികയിലാണ് ഈ സോണിയാഗാന്ധിയുടെ പേര് ഉൾപ്പെട്ടത്. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ സോണിയാഗാന്ധിയും ഇന്ദിരാഗാന്ധി പ്രത്യേകിച്ച് മുൻകൈ എടുത്തുകൊണ്ട് ഇത് നീക്കം ചെയ്യാനായിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. വേറൊരു രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഈ വോട്ടർ പട്ടികയിൽ സോണിയാഗാന്ധിയുടെ പേര് കടന്നുകൂടിയത് സോണിയാഗാന്ധി ഏതെങ്കിലും തരത്തിലൊരു അപേക്ഷ കൊടുത്തിട്ടല്ല. സാധാരണ നമ്മൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ നമ്മൾ അപേക്ഷ കൊടുക്കും, അങ്ങനെയാണല്ലോ ചെയ്യുക. നമ്മൾ ആരാണെങ്കിലും വോട്ടർ പട്ടിക ഒരു അപേക്ഷയുണ്ട്, അപേക്ഷ പൂരിപ്പിച്ച് എനിക്ക് ആ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം, വോട്ട് ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു നീക്കം നടത്തും. എന്നാൽ സോണിയാഗാന്ധി അങ്ങനെ ഒരു ശ്രമമേ നടത്തിയില്ല. കാരണം അവർക്കും അവരുടെ കുടുംബത്തിന് ഇതിനെക്കുറിച്ചുള്ള നല്ല ബോധമുണ്ടല്ലോ. ബോധമില്ലാത്ത കുടുംബമൊന്നുമല്ലല്ലോ നെഹ്റു കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ അത്തരത്തിലുള്ള ഒരു അപേക്ഷയും കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് എങ്ങനെയോ അതിനകത്ത് കടന്നുകൂടിയതാണ്. അന്ന് ഇന്ത്യ ഭരിക്കുന്നത് എന്താണ് പറയുക, ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. ആ സർക്കാരിന്റെ സമയത്താണ് ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെട്ട ഇന്ദിരാഗാന്ധി അപകടം മണത്തുകൊണ്ട് അത് നീക്കം ചെയ്യാനുള്ള അപേക്ഷ കൊടുത്തു. അങ്ങനെ നീക്കം ചെയ്യുകയും ചെയ്തു. പിന്നീട് 84-ൽ ഈ സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നു. അതിനുശേഷം അവര് ഈ പറയുന്ന പോലെ വോട്ടർ പട്ടികയിൽ പേര് വരികയും പിന്നീട് അവർ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് രേഖപ്പെടുത്തുകയും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് ജയിക്കുകയും ഒക്കെ തന്നെ ചെയ്ത ഒരു വ്യക്തിയാണ്. എന്തായാലും BJP ഇന്നലെ കൊണ്ടുവന്ന ആ ആരോപണം കൊണ്ടുവന്ന നിമിഷങ്ങൾക്കകം തന്നെ ചീറ്റിപ്പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന്റെ ഒരു വിശ്വാസ്യതയുടെ ഒരു പ്രശ്നം കൂടിയുണ്ട് ഈ വിഷയത്തിൽ. എന്താണെന്ന് പറഞ്ഞാല്, ഇന്നലെ അവർ പുറത്തുവിട്ട ആ ഒരു ഫോട്ടോ കോപ്പിയിൽ അത് കാണിക്കുന്നത് ഏതാണ്ട് ഡൽഹിയിലെ ന്യൂഡൽഹി
ആ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരുന്ന അവിടുത്തെ ഒരു വോട്ടർ പട്ടികയുടെ ഒരു ഇതാണ്. സോണിയാഗാന്ധി ആ സമയത്ത് താമസിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയായ സഫ്ദർജംഗ് റോഡിലെ 1 എന്ന് പറയുന്ന വസതിയിലാണ്. അവിടുത്തെ അഡ്രസ്സിലാണ് ഈ പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ പേരുണ്ട്, രാജീവ് ഗാന്ധി ഉണ്ട്, സഞ്ജയ് ഗാന്ധി ഉണ്ട്, സോണിയാഗാന്ധി ഉണ്ട്, മേനകാ ഗാന്ധി ഉണ്ട്. ഇങ്ങനെ ഉള്ളവരുടെ പേരുകളൊക്കെ തന്നെ ഇതിനകത്തുണ്ട്. പക്ഷെ ആ കാണിച്ചിരുന്ന ഫോട്ടോയ്ക്കകത്ത് പറയുന്ന എന്താണ്, ചിലതൊക്കെ പ്രിന്റഡ് ആണ്, ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കൈകൊണ്ട് എഴുതിയിരിക്കുകയാണ്. ആ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പേര് ന്യൂ ഡൽഹി പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് കൈകൊണ്ട് എഴുതിയിരിക്കുകയാണ്. ഒപ്പം തന്നെ നാഷണൽ ക്യാപിറ്റൽ ഓഫ് ഡൽഹി എന്ന് പറയുന്നുണ്ട്. അത് 80-ലാണ് എന്ന് ഓർക്കണം. ഈ ഡൽഹിക്ക് നാഷണൽ ക്യാപിറ്റൽ പദവി ലഭിക്കുന്നത് 91-ലാണ്. അപ്പോൾ 80-ലുള്ള ഒരു ഡോക്യുമെന്റിൽ എങ്ങനെ ഈ നാഷണൽ ക്യാപിറ്റൽ ഓഫ് ഡൽഹി എന്ന് പറയുന്ന ഒരു പരാമർശം, അങ്ങനെ ഒരു പ്രയോഗം എങ്ങനെ വരുമെന്ന ഒരു ചോദ്യം വളരെ വലിയ രീതിയിൽ തന്നെ ഇന്നലെ തന്നെ ഉയർന്നിരുന്നു. അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അത് ഈ പറയുന്ന പോലെ സാധാരണയായിട്ട് BJPയും സംഘപരിവാർ ഹാൻഡിലുകളും ഒക്കെ തന്നെ ഈ എന്താ പറയുക ഓരോ രേഖകളും വ്യാജമായിട്ട് നിർമ്മിച്ച് അവർ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അവർ ഈ ചരിത്രത്തെയൊക്കെ അപനിർമ്മിക്കുന്ന രീതിയിൽ, വളച്ചൊടിക്കുന്ന രീതിയിൽ ഓരോ തെളിവുകളും വ്യാജമായിട്ട് നിർമ്മിച്ചുകൊണ്ട് അവർ അവരുടെ ഗ്രൂപ്പുകളിലും ഒക്കെ തന്നെ പ്രചരിപ്പിക്കും. സംഘപരിവാർ ഹാൻഡിലുകളിൽ ഇങ്ങനെ പ്രചരിപ്പിക്കും. അത് കുറെ സംഘപരിവാറുകാരും സാധാരണക്കാരും ഒക്കെ അങ്ങ് വിശ്വസിച്ച് പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അതിനകത്ത് കാണിച്ചിരിക്കുന്ന ഡോക്യുമെന്റിന്റെ ആധികാരികതയിൽ വലിയൊരു സംശയം സാധാരണക്കാരായ ആർക്കും തോന്നുകയും ചെയ്യും. എങ്ങനെ അത് 91-ൽ മാത്രം ലഭിച്ചതാണ് ഈ പദവി, അപ്പോൾ 80-ലുള്ള ഒരു ഡോക്യുമെന്റ് എങ്ങനെ അത്തരം ഒരു പ്രയോഗം വരും എന്ന സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അത് വ്യാജമായിട്ട് BJP നിർമ്മിച്ചതാണെന്ന സംശയം വളരെ ബലവത്തായിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സോണിയാഗാന്ധിയുടെ പൗരത്വവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പല കാലഘട്ടങ്ങളിലായിട്ട് രാജ്യത്തെ നീതിന്യായ സംവിധാനങ്ങൾ പരിശോധിക്കുകയും ഇഴകീറി പരിശോധിക്കുകയും അതെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആദ്യമായിട്ട് 1999 ഡൽഹി ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി വരുന്നുണ്ട്. ഒരു പൊതു താല്പര്യ ഹർജിയാണ് വരുന്നത്. ആ കോടതി അത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഹർജിയാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേ അതെടുത്ത് ചവിറ്റുകോട്ടയിൽ വലിച്ചെറിയുന്നുണ്ട്. പിന്നീട് 99-ലാണ് സോണിയാഗാന്ധി ആദ്യമായിട്ട് മത്സരം ജയിക്കുന്നത് അമേത്തിയിൽ. ആ മത്സരം ജയിച്ചതിന് ശേഷം ഈ തെരഞ്ഞെടുപ്പ് ഹർജിയായിട്ട് ഒരു കേസ് വരുന്നുണ്ട്. സോണിയാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ്. ഈ സമാനമായ വിഷയങ്ങളൊക്കെ തന്നെ അവർ ഉന്നയിക്കുന്നുണ്ട്. അതിൽ 2001-ൽ സുപ്രീം കോടതി, ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ സംവിധാനമായ സുപ്രീം കോടതി വിധി പ്രസ്താവിക്കുന്നുണ്ട്. ആ വിധിയിലും പറയുന്നത് ഈ പറയുന്ന ആരോപണങ്ങളൊന്നും പിന്നെ കഴമ്പില്ല. സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം ഏതൊക്കെ രീതിയിലാണോ നിയമപരമായിട്ട് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വ്യക്തിയാണ്. അവർക്ക് എവിടെയും മത്സരിക്കാനും വോട്ടെടുപ്പിൽ പങ്കെടുക്കാനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും തെരഞ്ഞെടുക്കപ്പെടാനുമുള്ള എല്ലാ യോഗ്യതകളും ഉള്ള വ്യക്തിയാണ് സോണിയാഗാന്ധി എന്ന് സുപ്രീം കോടതി തന്നെ വിധിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഈ ആരോപണങ്ങൾ അവരുടെ ഈ പറഞ്ഞപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്നലെ ഉന്നയിച്ചല്ലോ 2014-ലുമുണ്ട് സമാനമായി. 2014-ൽ റായ്ബറേലി മണ്ഡലത്തിൽ ജയിച്ച ശേഷം വീണ്ടും ഈ BJP-ക്കാര് തുടർച്ചയായിട്ട് സോണിയാഗാന്ധിയെ വേട്ടയാടുന്നതിന്റെ ഭാഗമായിട്ടാണ് അത് വീണ്ടും ഒരു കേസുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ 2014 അലഹാബാദ് ഹൈക്കോടതി തന്നെ അത് തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ നിയമപരമായ പോരാട്ടങ്ങളെല്ലാം തന്നെ ഈ കോടതികൾ പരിശോധിച്ചത് ഈ വിഷയം തന്നെയാണ്. ഇവർ ഇന്നലെ ഉന്നയിച്ചല്ലോ. മജ്മാളവിയും കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറും ഉന്നയിച്ച സോണിയാഗാന്ധി പറയുന്ന പോലെ ഇന്ത്യൻ പൗരത്വം നേടുന്നതിന് മുൻപ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു. അതൊക്കെ തന്നെ അവരിപ്പോഴും ആദ്യമായിട്ട് ഉന്നയിക്കുന്ന കാര്യങ്ങളല്ല. അവർ 40-45 വർഷങ്ങൾക്ക് മുൻപ് ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെയാണ് സോണിയാഗാന്ധി തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുക. അതിന്റെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ സോണിയാഗാന്ധി ഒന്ന് പിന്മാറി നിൽക്കുകയാണ്. അവർ രാജ്യസഭാ അംഗമായിട്ട് തുടരുന്നുണ്ട്. സജീവ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്നല്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും പുറമെ. കാരണം അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. 28 വയസ്സെങ്ങാണ്ടായിട്ടുണ്ട്. നീണ്ട കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും അതിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയെയും ഒക്കെ തന്നെ വലിയ വിജയകരമായ രീതിയിൽ നയിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് എല്ലാ ഇന്ത്യക്കാർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അവർ ഈ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നിന്ന് മാറിയിരുന്നു. രാഷ്ട്രീയത്തിൽ നിന്ന് അവർ വിട്ടുനിന്നിട്ടില്ല. ഇപ്പോഴും അവർ തന്നെയാണ് എന്താ പറയുക കോൺഗ്രസിന്റെ പല നീക്കങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത്. പല തന്ത്രപരമായ കാര്യങ്ങളും ഒക്കെ തന്നെ ചർച്ചയാകുന്നതും ഒക്കെ തന്നെ അവരുടെ വാക്കുകൾക്ക് എപ്പോഴും വലിയ വിലയുള്ള ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. അതുകൊണ്ട് എന്നും ഈ പറയുന്ന പോലെ സോണിയാഗാന്ധിയെ വേട്ടയാടിയിട്ടുള്ളത് നമുക്കറിയാമല്ലോ. 2004-ല് സോണിയാഗാന്ധി ആണ് UPA എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്തത്. 99 തൊട്ട് 2004 വരെ അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ ഭരിച്ചതിന് ശേഷം ഷൈൻ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് ഉള്ള ഒരു ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. തുടർഭരണം എന്ന് പറയുന്ന പോലെ പോവുകയാണ്. അവിടെയാണ് സോണിയാഗാന്ധി പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുറെ പാർട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് UPA എന്ന് പറയുന്ന ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംവിധാനം, ഒരു മുന്നണി രൂപീകരിക്കുന്നു. ആ മുന്നണി നേതൃത്വത്തിൽ ഒരു
സർക്കാർ വരുന്നു. അവിടെ ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയൊരു വിജയമാണ് കോൺഗ്രസിന് ലഭിച്ചത്. അപ്പോൾ അതിനൊക്കെ ചുക്കാൻ പിടിച്ചത് ഈ പറയുന്ന പോലെ സോണിയാഗാന്ധിയാണ്. അന്ന് UPA സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന ചോദ്യത്തിന് രണ്ടാമതൊരു ഉത്തരം ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും പേര് സോണിയാഗാന്ധി എന്നായിരുന്നു. അന്ന് നമ്മൾ ഈ പറയുന്ന അന്തരിച്ച പേര് സുഷമ സ്വരാജ്, BJPയുടെ അവർ കുട്ടികുറിച്ച് നടക്കുന്ന വനിതാ നേതാവാണ്, മുൻ കേന്ദ്രമന്ത്രി ഒക്കെ ആയിരുന്നു. അവരെ ഒരു വലിയൊരു താരപരിവേഷം കൊടുത്താണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ BJP ചെയ്യുന്നത്, ആഘോഷിക്കുന്നത്. അവര് എന്താണ് പറയുക, ഞാൻ ആത്മഹത്യ ചെയ്യും, തലമുട്ടയടിച്ച് ഒക്കെയുള്ള ഒരു ചില നാടകങ്ങളൊക്കെ നടത്തി ആത്മഹത്യ ചെയ്യാനുള്ള ഭീഷണികൾ മുഴക്കുകയൊക്കെ ചെയ്തു. അപ്പൊ സോണിയാഗാന്ധി എന്താ പറയുക, അവര് ഈ പറയുന്ന പോലെ അവർക്ക് ഈ അധികാരത്തോട് യാതൊരു താല്പര്യമോ എന്തെങ്കിലും അങ്ങനെയുള്ള നാർത്തിയോ ഒന്നുമുള്ള വ്യക്തിയല്ല. അധികാര സ്ഥാനങ്ങളോടും അവര് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കാര്യമേ അവര് വ്യക്തിപരമായിട്ട് ചിന്തിച്ചിരുന്നില്ല. പക്ഷെ കോൺഗ്രസിന് അധികാരം വീണ്ടും കിട്ടിയപ്പോൾ സോണിയാഗാന്ധിയാണ്, കാരണം അവരാണ് അതിന് മുന്നിട്ട് നിന്നത് കോൺഗ്രസിനെ അധികാരത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അവരെ അങ്ങനെ വ്യക്തിപരമായിട്ടൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. അവർ സ്വാഭാവികമായിട്ട് പിന്മാറി. അങ്ങനെയാണ് മൻമോഹൻ സിംഗ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഈ സോണിയാഗാന്ധി ഏതൊക്കെ തരത്തിൽ അപമാനിക്കാമോ അല്ലെങ്കിൽ അവരെ ഏതൊക്കെ തരത്തിൽ ദ്രോഹിക്കാമോ അതെല്ലാം തന്നെ ഈ പറയുന്നത് പോലെ BJPയും സംഘപരിവാർ സംഘടനകളും എന്നും ചെയ്തിട്ടുണ്ട്. അത് ആ നെഹ്റു കുടുംബത്തെ തന്നെ ആക്രമിക്കുന്ന സാഹചര്യം നമ്മൾ കാണാറുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ എപ്പോഴും ഒരു പ്രസംഗം നടത്തിയാലും എപ്പോഴും ഉച്ചരിക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് നെഹ്റുവിന്റെയാണ്. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഒരു സഭയിലെ ഒരു മറുപടി പ്രസംഗം കൊടുത്താൽ ഏറ്റവും അവസാനമാണല്ലോ പ്രധാനമന്ത്രി സഭയുടെ അധ്യക്ഷൻ സംസാരിക്കുക. അതുകൊണ്ട് 1-2 മണിക്കൂർ ദൂരം സംസാരിക്കാൻ കഴിയും. ഈ 2 മണിക്കൂർ അദ്ദേഹം ഏറ്റവും കൂടുതൽ എടുത്ത് പ്രയോഗിക്കുന്ന ഒരു പേര് എന്ന് പറയുന്നത് നെഹ്റുവാണ്. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അന്നു മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള സർക്കാരുകളിൽ തുടങ്ങി അദ്ദേഹം ചെയ്ത ഓരോ കാര്യങ്ങളും അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ ഉള്ളൂ പറയാൻ. ഇന്ത്യയെ രൂപപ്പെടുത്തിയെടുത്ത അദ്ദേഹമാണ്. അന്ന് മുതൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഓരോന്നും ഇങ്ങനെ ഇന്ത്യനെ അക്കമിട്ട് ഇങ്ങനെ പറയും, ഇനിയാലും തീരത്തില്ലല്ലോ. അതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇതൊക്കെ ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തെറിവിളിക്കുകയാണ്. അതേസമയം ഈ പറയുന്ന 10-11 വർഷം ഭരിച്ചിട്ടും താൻ ചെയ്ത കാര്യങ്ങൾ അക്കമിട്ട് എണ്ണിയാൽ എത്ര എണ്ണം ഉണ്ട് എന്ന കാര്യം അദ്ദേഹത്തിന് ഉറപ്പ് കാണത്തില്ല. അങ്ങനെ അത് എണ്ണി പറയാൻ അദ്ദേഹത്തിന് കാര്യങ്ങളും ഉണ്ടാകത്തില്ല. അത്തരം ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ നെഹ്റു കുടുംബത്തെ, ഇന്ത്യയാക്കി മാറ്റിയ നെഹ്റു കുടുംബത്തെ എല്ലാ കാലത്തും അപമാനിക്കുന്ന, അവഹേളിക്കുന്ന, അധിക്ഷേപിക്കുന്ന സമീപനമാണ് BJP സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തെയാണ് ഇന്നലെ ഉണ്ടായ ആ ഒരു സംഭവം. അതൊരു നനഞ്ഞ പടക്കമായിട്ട് തന്നെ മാറിയെന്നാണ് വിലയിരുത്താവുന്നത്.